ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ഈസി മാത്സിൻ്റെ 16ാമത്തെ വീഡിയോ ആണ് വർക്ക് ആൻഡ് ടൈം. സോ നമ്മുടെ ചോദ്യം ഇതാണ്: ഈ 15 മെൻ ക്യാൻ ഡു എ വർക്ക് ഇൻ 20 ഡേയ്സ്, ഹൗ മെനി മെൻ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 30 ഡേയ്സ്? അതായത് ഒരു ജോലി അത് 15 പേര് ചെയ്യുന്ന സമയത്ത് അവർക്കത് 20 ദിവസം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. എങ്കിൽ അതേ ജോലി 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ആൾക്കാർ വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾ പല രീതിയിലുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും മുമ്പ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അതായത് 15 പേര് ഒരു ജോലി എത്ര ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്? 20 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതേ ജോലി ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ ഇത്ര ആൾക്കാരുടെ കാര്യം ചോദിക്കുന്നത്. അതേ ജോലി 30 ദിവസം കൊണ്ട് ചെയ്യാൻ എത്ര ആൾക്കാർ വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആൾക്കാരെ തന്നിട്ടില്ല. സോ നമുക്ക് ഈ ആൾക്കാരെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ അല്ലേ? ദാ 15 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാർ വേണമെന്നുള്ളത് കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് ഈ 0 0 ഇവിടെ വെട്ടിക്കളയാം. 5 3 ഇവിടെ വെട്ടാം. 15 3 നമുക്ക് ഇവിടെ വെട്ടാം. സോ നമുക്ക് 5 ഇൻറ്റു 2 10. ഓക്കെ, 30 ദിവസം കൊണ്ട് ആ ജോലി ചെയ്യണമെങ്കിൽ എത്ര പേര് വേണം? 10 പേരാണ് 30 ദിവസം കൊണ്ട് അതേ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത്. വളരെ എളുപ്പമാണ്. നമുക്ക് ഇക്വേഷൻ ഒന്നും വേണ്ട. നമ്മൾ ഈ രണ്ട് കാര്യത്തിന് നടുക്ക് ഈക്വൽ ടു ഇട്ട് അങ്ങ് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതിനങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 15 men can do a job in 16 days. In how many days 12 men can do the same? അതായത് 15 പേര് ഒരു ജോലി തീർക്കാനായിട്ട് 16 ദിവസം വേണം. എങ്കിൽ 12 പേർക്ക് അതേ ജോലി തീർക്കാനായിട്ട് എത്ര ദിവസം വേണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടുക്കൊരു ഈക്വൽ ടു അങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് 15 പേർക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് 16 ദിവസം വേണമെങ്കിൽ അതേ ജോലി 12 പേർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമല്ലേ? 15 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതിയല്ലോ. നമ്മൾ ഇക്വേഷൻസ് ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്കിതാ 12നെയും 16നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 4 12, 4 16. ഓക്കെ, 3നെയും 15നെയും ഡിവൈഡ് ചെയ്യാം. 3 15, 5 ഇൻറ്റു 4 എത്രയാണ്? 20. 20 ഡേയ്സ് എടുത്തിട്ടായിരിക്കും അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ്റെ ഒന്നും പോകണ്ട. നടുക്കൊരു ഈക്വൽ ടു അങ്ങ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി ഇക്വേഷൻസ് എല്ലാം മാത്തമാറ്റിക്കലി ഇങ്ങനെ വരുന്ന സമയത്തേക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അതുപോലെ അങ്ങ് ഡിവിഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: 10 men do a work in 16 days if they work for 5 hours in a day. In how many days 20 men can do the same if they work for 8 hours in a day? അതായത് 10 പേര് ഒരു ജോലി 16 ദിവസം കൊണ്ട് തീർക്കും. എങ്ങനെ? അവർ 5 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യണം. അതായത് 10 പേര് ഒരു ജോലി 16 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അവർ ഡെയിലി 5 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ് 20 men can do the same if they work for 8 hours? അതായത് 20 പേര് 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എല്ലാം അതുപോലെ എഴുതുക. അതിന് നടുക്കൊരു ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ 10 ഇൻറ്റു 16 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 8 എത്രയാണ്? നമുക്ക് ഈ 0 0 വെട്ടിക്കളയാം. നമുക്ക് ഇത് രണ്ടും വെട്ടാം. 8 2 16, 8 8 5 ഡേയ്സ് കൊണ്ട് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്കിവിടെ ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ചാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ തന്നു കഴിഞ്ഞാലും നമ്മൾ എഴുതിയതിൻ്റെ കൂടെ ആ മണിക്കൂറും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഈക്വൽ ടു ഇപ്പുറത്തുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് വർക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതായത് ഇഫ് 80 ബൈൻഡേഴ്സ് ബൈൻഡ് 900 ബുക്സ് ഇൻ 10 ഡേയ്സ്, അതായത് 18 ബൈൻഡേഴ്സ് 900 ബുക്ക് 10 ദിവസം എടുത്ത് ബൈൻഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഹൗ മെനി ബൈൻഡേഴ്സ് വിൽ റിക്വയർ ടു ബൈൻഡ് 660 ബുക്ക് ഇൻ 12 ഡേയ്സ്?
അങ്ങനെയെങ്കിൽ 660 ബുക്ക് 12 ദിവസം കൊണ്ട് ബൈൻഡ് ചെയ്യാൻ എത്ര വർക്കേഴ്സ് ആവശ്യമാണ്? അപ്പോൾ നമ്മൾ എഴുതി വെക്കുക. 18 ബൈൻഡേഴ്സ്, ഞാൻ പറഞ്ഞു വർക്ക് താഴത്തേക്ക് എഴുതണമെന്ന്. 18 ബൈൻഡേഴ്സ് 900 ബുക്ക് ബൈൻഡ് ചെയ്യാനായി എത്ര ദിവസം എടുത്തു? 10 ദിവസം എടുത്തു. അങ്ങനെയെങ്കിൽ ഹൗ മെനി ബൈൻഡേഴ്സ് വിൽ റിക്വയർ ടു ബൈൻഡ് 660 ബുക്ക് ഇനി എത്ര ദിവസമാണ്? 12 ഡേയ്സ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? താഴെയുള്ളത് മുകളിലേക്ക് എഴുതുക, മുകളിലുള്ളത് താഴത്തേക്ക് എടുത്ത് സോൾവ് ചെയ്യുക. ഓക്കെ, 18 × 10 660 മുകളിലേക്ക് പോകും, ഡിവൈഡഡ് ബൈ 900 × 12. ഓക്കെ, നമുക്ക് ഈ പൂജ്യവും വെട്ടാം, ഈ പൂജ്യവും വെട്ടാം. ദെൻ 9ഉം 2ഉം ആണ് 18, 9 2 18. 12നെ വെട്ടി 2 കൊണ്ട് വെട്ടി 6, ഇതവിടെ 66നും 6നും വെട്ടിക്കഴിഞ്ഞാൽ 11 ദിവസം കൊണ്ടായിരിക്കും അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. സോ നമ്മുടെ ഫൈനൽ ചോദ്യം ഇതാണ്, നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 100 farmers can plant 100 trees in 100 days. Hence 2 farmers can plant 2 trees in how many days? അതായത് 100 ഫാമേഴ്സിന് 100 ട്രീ പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്ന വർക്കാണല്ലോ. 100 ട്രീ പ്ലാന്റ് ചെയ്യാനായിട്ട് 100 ദിവസം എടുക്കും. അങ്ങനെയെങ്കിൽ 2 ഫാമേഴ്സിന് 2 ട്രീ പ്ലാന്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ഇതുപോലെ തന്നെ 100 ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതായത് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് വെട്ടിക്കളയാം. ഓക്കെ, ഇവിടെ 2 × 2 നമുക്ക് വെട്ടിക്കളയാം. മിച്ചം എന്താണുള്ളത്? 100. അത് 100 ഡേയ്സ് എടുത്തിട്ടായിരിക്കും ഈ 2 ഫാമേഴ്സ് 2 ട്രീ പ്ലാന്റ് ചെയ്യാനായിട്ട് എടുക്കുക. അതിൻ്റെ റീസൺ ഇതേ ഉള്ളൂ. ഇപ്പോൾ 100 ഫാമേഴ്സ് 100 ട്രീ പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ട്രീ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 99 ദിവസം അയാൾ റെസ്റ്റ് എടുക്കുമായിരിക്കും. ആ ലോജിക്ക് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. സോ ഞാൻ ഇതോടുകൂടി നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയണം. കാരണം നിങ്ങൾ യൂട്യൂബിൽ അങ്ങനെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നതനുസരിച്ചാണ് ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.